അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, നിങ്ങളല്ലേ പറയുന്നേ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്, അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ഇനി ഞങ്ങള് ജയിപ്പിക്കേയില്ല. ഈ സ്ത്രീ ഇനി വരുമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിയന്ത്രണം വിട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഈ സ്ത്രീയും വരൂല, ഈ മുഖ്യമന്ത്രി ഇനി വരൂല. അതിന് ഞങ്ങൾ 26,000 സ്ത്രീകൾ മാത്രം മതി. 2 ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. 2 ലക്ഷ്യങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും രണ്ടാമത് ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശനം. 2023 ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യൂബയിൽ നടത്തിയ സന്ദർശനത്തിൽ ഞാനും പങ്കാളിയായിരുന്നു. എല്ലാം ശരിയാക്കിയെന്ന് വീണ ജോർജ് മന്ത്രി എത്ര ആണയിട്ട് പറഞ്ഞാലും ആശാപ്രവർത്തകർക്ക് ഒന്നടങ്കം പറയാൻ ഇത്രയേ ഉള്ളൂ: മതി, ചെയ്തെടുത്തോളം. പോയതുപോലെ മന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. ഇതാണ് ഇവരുടെ അരിശം കൂടാൻ കാരണം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനെന്ന് പറഞ്ഞ് വണ്ടി കയറിയതാണ് വീണ ജോർജ്. കാണാനായില്ല എന്ന് മാത്രമല്ല, അത് ചോദ്യം ചെയ്ത മാധ്യമങ്ങളെ പഴിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നാണ് എന്ന ചോദ്യവുമായി മാധ്യമപ്രവർത്തകരെത്തി. അത് ആരോഗ്യമന്ത്രിക്ക് അത്ര പിടിച്ചില്ല. ഏഷ്യൻ ന്യൂസിന്റെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങ് ജനങ്ങളെ ബോധിപ്പിച്ചുകൊള്ളാം എന്നാണ് മന്ത്രി പറയുന്നത്. എനിക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്ന്. അനുമതി തേടിയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് മന്ത്രിയുടെ മറുചോദ്യം. 18-നാണോ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്ന ചോദ്യം വീണ്ടും മാധ്യമങ്ങൾ ആവർത്തിച്ചു. അപ്പോൾ മന്ത്രിക്ക് മറുപടിയില്ല. എന്നാണ് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തത് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയാൻ പറ്റില്ലത്രേ. അത് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജനങ്ങളോട് ഞാൻ പറയുമത്രേ. മന്ത്രി വീണ എത്രയൊക്കെ മൗനം കാണിച്ചാലും കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയാണത്രേ വീണ മന്ത്രി അനുവാദം തേടിയത്. അപ്പോയിന്റ്മെന്റ് നാടകം പൊളിഞ്ഞതിലുള്ള അതൃപ്തിയാണ് മന്ത്രിക്കെന്ന് സോഷ്യൽ മീഡിയയിൽ ഉടനീളം പരിഹാസമായി. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എനിക്ക് നേരെ ഒരു ഗൂഢപദ്ധതി തന്നെ ഒരുക്കി അസത്യ പ്രചാരണം നടത്തുകയാണത്രേ. വ്യാഴാഴ്ച ഡൽഹി കേരള ഹൌസിലെത്തിയ മന്ത്രി ആദ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കാനേ തയ്യാറായില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്ന് പിന്നീട് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്ത് മന്ത്രി എന്റെ കയ്യിലുണ്ട് ആ രേഖ എന്ന് പറഞ്ഞ് പുറത്തുവിടുകയും ചെയ്തു. വീണ മന്ത്രി ഡൽഹിയിൽ പോയത് ആശാ വർക്കർമാർക്ക് വേണ്ടിയല്ല എന്നും മറിച്ച് ക്യൂബൻ പ്രധാനമന്ത്രിയെ കാണാനാണ് എന്നുമുള്ള മാധ്യമ വാർത്തകൾ ഇന്നലെ തന്നെ ചൂടുപിടിച്ചിരുന്നു. ഇതോടുകൂടിയാണ് വീണ മന്ത്രി വീണാവസ്ഥയിലായത്. ഡൽഹി യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു മാധ്യമത്തോടും താൻ സംസാരിച്ചിട്ടില്ലെന്നും എല്ലാം എല്ലാവരുടെയും ഊഹാപോഹങ്ങളാണ് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒടുവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ മന്ത്രിയെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി പച്ച സിഗ്നൽ കാണിച്ചതോടുകൂടി തൽക്കാലം വീണ മന്ത്രിക്ക് ആശ്വസിക്കാം. പക്ഷേ ആശാ വർക്കർമാർ ഇങ്ങ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരത്തിലാണ്. കാര്യം നടന്നില്ലെങ്കിൽ സ്ത്രീകളാണ് സഹികെട്ട് ചിലപ്പോൾ അങ്ങ് കയറി ചെല്ലും.